ശ്രീ ഷോൺ ജോർജ്, ഇവിടെ സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന മാഫിയ സംഘത്തിൽ ഇത് മട്ടാഞ്ചേരി മാഫിയ എന്ന് തന്നെ പലപ്പോഴും പലരും പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാഫിയയിൽ വ്യക്തത വരുത്തേണ്ടത് ആരുടെ ബാധ്യതയാണ്? സർക്കാരിന്റെ തന്നെയല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ഏറ്റവും മുഖ്യമായി പറഞ്ഞിട്ടുള്ള വസ്തുതകളിൽ ഒന്ന് സിനിമയ്ക്കുള്ളിലെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് തന്നെയാണ്. ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് കേരള സമൂഹം ഒന്നാകെ ആഘോഷിക്കുന്ന, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ ലൈംഗിക ചൂഷണത്തെ സംബന്ധിച്ചും പരാതികളെ സംബന്ധിച്ചുമാണ്. ഹേമ കമ്മിറ്റിയുടെ പേരിലാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പുതിയ കുറെ പരാതിക്കാരുണ്ടായത് എന്നല്ലാതെ ആ പരാതിയിന്മേലുള്ള കഥകളും അതിന്മേലുള്ള കേസുകളും അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് ഈ നിമിഷം വരെയും ഒരു FIR പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ആ റിപ്പോർട്ട് ഇവിടെ എന്തിനെയോ മറയ്ക്കാൻ വേണ്ടി, എവിടെയോ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ കുറെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടി ഈ സമയത്ത് കൊണ്ട് ചാടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നില്ല. ഇന്ന് യു പ്രതിഭ എന്ന് പറയുന്ന ഭരണകക്ഷി MLA ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റോ എന്നാ ഞാൻ എവിടെയോ ഒരു പ്രസ്താവന അവരുടെ കണ്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പ്രമുഖ നടിമാരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? അവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സിനിമയ്ക്കുള്ളിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നടി ഒരു പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. ഒരിക്കലും ഇനി തനിക്കൊരു സിനിമാ ജീവിതം ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ്. നമുക്ക് ആ പരാതിക്കാരെ ശ്രദ്ധിച്ചു നോക്കി അറിയാം. പല ആളുകളുടെയും മുഖം നമുക്ക് അറിയാവുന്നതല്ല, ഇതുവരെ കണ്ടിട്ടുള്ളതല്ല. ചിലപ്പോൾ ഞാൻ എല്ലാ സിനിമയും കാണുകയില്ലാത്ത ആളായതുകൊണ്ടാകാം, എന്റെ തെറ്റാകാം, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച ഈ ശ്രീ PV അൻവറിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള ആരോപണം വരുന്നതിന്റെ തലേദിവസമാണ് ഇവിടെ ഈ മട്ടാഞ്ചേരി മാഫിയയെ കുറിച്ചും സിനിമയ്ക്കുള്ളിലെ ഏത് കഥയ്ക്കും കേരള സമൂഹത്തിൽ ഒരു ആയുസുണ്ട്. ആ ഒരു കഥ കുറച്ച് ഓടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും സമൂഹം അതിൽ നിന്നും ഒന്നും വ്യതിചലിക്കും. അപ്പോഴേക്കും ഈ മട്ടാഞ്ചേരി മാഫിയ സംബന്ധിച്ചും സിനിമയ്ക്കുള്ളിലെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചും ഒരു വലിയ കഥകൾ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എവിടുന്നോ ആ വിഷയം മാറ്റപ്പെട്ടു. മാത്രമല്ല, ആ വിഷയത്തെ വർഗീയപരമായി ചിത്രീകരിക്കുന്നു. പറഞ്ഞ ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി വരുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ നിയമ നടപടിക്ക് പോകുന്ന വ്യക്തികൾ, ഞാൻ പേര് പറയുന്നില്ല, പോകുന്ന വ്യക്തികൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം ഇപ്പൊ ആധുനിക ടെക്നോളജി വളരെ വികസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഡ്രഗ്സ് മേഖലയുമാക്കി ബന്ധപ്പെട്ട്, ഡ്രഗ്സിന്റെ ഉപയോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫിംഗർ നെയിൽ ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ പരാതി കൊടുക്കുന്ന വ്യക്തിക്കെതിരെ പ്രതിയായി ആരോപിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് തെറ്റ്, ഇവരെ ഈ പറയുന്ന ടെസ്റ്റിന് അവരെ നഖവും മുടിയും പരിശോധിക്കാൻ പറഞ്ഞാൽ 6 മാസത്തിനിടയിൽ അവരെപ്പോഴെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്താൽ വാദി പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ആളുകൾക്കെതിരെ പരാതി കൊടുക്കാൻ പോകുന്ന വ്യക്തികൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ വ്യക്തിപരമായി ആരെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഈ സിനിമയിൽ തന്നെ ഒരു യുവ നടനെ ഏറെക്കുറെ ഒരു 3, 4, 5 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഫിംഗർ നെയിൽ ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ഒതുങ്ങിയത്. ഇപ്പൊ നമുക്കറിയാം, ഈയിടെ ഒരു യുവ നടൻ ഈ ചാനലുകളുടെ മുമ്പിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അയാളുടെ ഇന്റർവ്യൂ മുഴുവൻ കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ ജോയിന്റ് യൂസ് ചെയ്യും, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് എന്താ? അത് എന്റെ സ്വാതന്ത്ര്യമല്ലേ? ഈ പോലീസുകാരൻ ഇവിടെ പാവപ്പെട്ട തൊഴിലാളി, പാവപ്പെട്ട കർഷകന് റോഡിൽ നിന്ന് പകലന്തിയോളം പണിതിട്ട് റോഡിൽ നിന്ന് വൈകുന്നേരം എവിടുന്നെങ്കിലും ആരെങ്കിലും കൂട്ടി ഒരു സ്മോള് മേടിച്ചടിച്ച് റോഡിൽ നിൽക്കുമ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോകും. ഇവനെ ഒന്നും എന്താ പോലീസ് പിടിക്കാത്ത? ഇവനൊക്കെ എവിടുന്നാ ഇത് കിട്ടുന്നതെന്ന് പോലീസിന് ചോദ്യം ചെയ്തുകൂടെ? പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, ഞാന് ഡ്രഗ്സ് യൂസ് ചെയ്യും, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വേറെ വല്ല രാജ്യത്തും പോയി, ഇന്ത്യ മഹാരാജ്യത്ത് ആ സ്വാതന്ത്ര്യമൊന്നുമില്ല അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ. എന്തുകൊണ്ട് ഇയാൾക്ക് എവിടുന്ന് ഡ്രഗ്സ് കിട്ടുന്നു എന്ന് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? അപ്പൊ ഇവിടെ 2 തരം നീതിയുണ്ട്. ആ 2 തരം നീതി അനുവദിക്കാൻ കഴിയുന്നതല്ല. കുറെ ആളുകൾക്ക് ഇപ്പം ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സാഗർ കോട്ടപ്പുറം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ, മോഹൻലാലിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു SI, അദ്ദേഹത്തിന്റെ ആരാധകനായ SI പറയുന്നുണ്ട്,
സാഗർ കോട്ടപ്പുറം, താങ്കളുടെ എല്ലാ നോവലുകളും ഞാൻ വായിക്കാറുണ്ട്. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. എനിക്ക് തോന്നുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ആരാധകരാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറേറ്റിലുള്ള ഭൂരിഭാഗം ഉദ്യോഗസ്ഥർ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ആ ഒരു ഉദ്യോഗസ്ഥനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്മേൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തോടൊപ്പം അതിനേക്കാൾ മുഖ്യമായി ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ശ്രീ ഷോൺ ജോർജ്, ഇവിടെ നിയമപരമായ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. കാരണം ഈ ചർച്ച ജനം TV വയ്ക്കുമ്പോഴെല്ലാം ലഹരിയുടെ ഉപയോഗവും അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോൾ ഇടതുപക്ഷ പ്രതിനിധികളും സർക്കാരിന്റെ പ്രതിനിധികളും ഒക്കെ തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത്, ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ പേരിൽ സർക്കാരിന് ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ആദ്യം ഈ ലൈംഗിക ചൂഷണത്തെ എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളത്, അതേ നിലപാട് തന്നെയാണ് ഈ ലഹരി ഉപയോഗത്തിലും സർക്കാർ നിലപാടെടുക്കുന്നത്. നമുക്കറിയാമല്ലോ, സമൂഹത്തിന് വിപത്താകുന്ന ഒരു കുറ്റകൃത്യം ആരുടെയെങ്കിലും അറിവോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതിന്മേൽ നടപടി എടുക്കാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് സർക്കാർ ഈ ലഹരി ഉപയോഗത്തിന്മേൽ, ലഹരി പാർട്ടികൾക്ക് മേൽ ഒരു തുടർ നടപടിയും സ്വീകരിക്കാത്തത്? നിയമപരമായി ഇതിലുള്ള സാധുത എത്രത്തോളമാണ്? ഇതിന്റെ ഉപയോഗത്തെക്കാൾ കൂടുതൽ ഇതിനെ ട്രാൻസ്പോർട്ടേഷനെ നിയന്ത്രിക്കാനാണ് ഏറ്റവും അധികം പോലീസിങ്ങിന് കഴിയുന്നത്. ആ ട്രാൻസ്പോർട്ടേഷനെ കൃത്യമായി ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്, ഞാൻ പറയട്ടെ, ഓരോ പ്രദേശം എടുത്ത് നോക്കിയോ, CPM-ന്റെ പാർട്ടി ഓഫീസുകളും DYFIയുടെ പാർട്ടി ഓഫീസുകളും ഇതിന്റെ മുഖ്യമായ കേന്ദ്രങ്ങളാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഓരോ പാർട്ടി ഓഫീസിന് മുമ്പിലും അത് പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇത്തരം മാഫിയകൾ CPM-ന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. കാരണം അധികാര കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം മാഫിയകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഈ മാഫിയകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ഇതിന് സിനിമയ്ക്കുള്ളിൽ തന്നെ എന്താ ഈ പറയുന്ന ഇപ്പൊ ആരോപണ വിധേയരായ വ്യക്തികളെ എടുത്തു നോക്കിയേ, അവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി ഓപ്പണായിട്ട് രംഗത്ത് വന്ന് പ്രചരണം നടത്തുന്ന വ്യക്തികൾക്ക് നേരെയാണ് ആരോപണം ഉണ്ടായി. പിന്നെ അവർക്ക് എങ്ങനെയെതിരെ നടപടി ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞത്, ഇന്ന് പറഞ്ഞു ഈ അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, എഴുതി വെച്ചോ, ഈ പറയുന്ന ടെസ്റ്റിന് ഇവരൊക്കെ വിധേയരാകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് ഇപ്പൊ ഈ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾക്കെതിരെ മാനനഷ്ട കേസ്, അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് ഒരാൾക്കെതിരെ, ആ പരാതി പറഞ്ഞ വ്യക്തിക്കെതിരെ ഇവർ നിയമ നടപടിയായി മുമ്പോട്ട് പോയാൽ തിരികെയും ആ നടപടി ഉണ്ടാകും. അവർ നർക്കോട്ടിക്സിന്റെ കീഴിൽ നെയിൽ ടെസ്റ്റിനും ഹെയർ ടെസ്റ്റിനും വിധേയമാകേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊന്നും മുതിരാതിരിക്കുന്നതാണ് നല്ലത്. മാന്യമായി അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ഈ രാജ്യത്ത് ജീവിച്ചു പോകാം. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുകളിൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് ഇവരൊക്കെ വിചാരിക്കുന്നത് നല്ലതാണ്. അതെ.